ശ്രീ ആർ വി ബാബു നമുക്കൊപ്പമുണ്ട്, ഹിന്ദു ഐക്യവേദി. ശ്രീ ആർ വി ബാബു, ക്ഷേത്രമുറ്റത്ത് അതിനൊരു സംവിധാനമുണ്ട്, അവിടെ എന്തിന് അതിക്രമിച്ചു കയറി ഇങ്ങനെ ഒരു പൂക്കളമിട്ട് അവിടെ രേഖപ്പെടുത്തി എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്താണ് താങ്കളുടെ മറുപടി? ഈ ക്ഷേത്രമുറ്റത്ത് പൂക്കളമിടുക, ക്ഷേത്രമുറ്റത്ത് ഭജന ചൊല്ലുക, ക്ഷേത്രം ആരാധിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി വെച്ചതാണ് അവർക്ക് വലിയ പ്രകോപനമായത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വിജയം, ഈ രാജ്യത്തിന്റെ നേട്ടം, അഭിമാനം, അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാത്ത കാര്യമാണ്. അവരെല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ നിന്ന ഒരു പാരമ്പര്യമാണുള്ളത്. ഇപ്പൊ പഹൽഗാമിലെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ബലാക്കോട്ടിലെ ഭാരതത്തിന്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ ഒക്കെ ഭാരതത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും വൈദേശിക രാജ്യങ്ങളുടെ അതേ ശബ്ദത്തിൽ അല്ലെങ്കിൽ അവരുടെ നാവായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, പണ്ട് ചൈനീസ് യുദ്ധകാലത്ത് ഈ പറയുന്ന ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നതിന്റെ പേരുദോഷം ഇപ്പോഴും പാർട്ടി പേറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ നേതാക്കന്മാര് പലരും അറസ്റ്റിലായത്, നെഹ്റുവിന്റെ സർക്കാരിന്റെ കാലത്ത് പാർട്ടിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത് ചൈനയുടെ പക്ഷം പിടിച്ച് സംസാരിച്ചതും ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നതിന്റെ പേരിലാണ്. ശരി, ആർ വി ബാബു ദയവായി ഒന്ന് തുടരുക. ശ്രീ അനിൽകുമാർ, നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് അതിക്രമിച്ചു കയറി എന്ന് ആരോപിച്ചാണോ, മറിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതാണോ പോലീസിന് ഈ കേസെടുക്കാനുള്ള കാരണമായി മാറിയത്? അല്ല, ഈ ഒരു കേസിനെ കുറിച്ച് ഞങ്ങൾക്ക് പോലും ഇല്ല. ഞാൻ ചാനലിൽ കണ്ടത് മനസ്സിലാക്കിയത് ജനൻ ടി വി ആണല്ലോ ഇപ്പൊ ഇതുമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. നിങ്ങളുടേത് ജനൻ ടി വി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ഏതോ ടി വി ആണ് നിങ്ങളുടേത്. താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ജനൻ ടി വി ഇത്ര ഒരു ഇതായിട്ട് ഇറങ്ങിയത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവിടത്തിന്റെ മുറ്റത്ത് കുറെ പേര് അതിക്രമിച്ച് കയറി നിൽക്കുന്നതാണ്. അപ്പൊ അവിടെ പരാതികൾ വന്നു. ക്ഷേത്രത്തിന് ഉടമസ്ഥന്മാരുണ്ടല്ലോ, ഇവിടെ ആർ ബി ബാബു പറയുന്ന പോലെ അനുവാദം വാങ്ങിയിട്ടുണ്ട്, അനുവാദത്തിന്റെ കടലാസ് കാണിച്ചാൽ മതിയല്ലോ, പിന്നെ കേസ് ഉണ്ടാവുകയല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അമ്പലമുറ്റത്താണെങ്കിലും പൂക്കളം ഇടുക എന്ന് പറയുമ്പോൾ ആരാ പൂക്കളം ഇടേണ്ടത്? 7 പാർട്ടിക്കാർ പോയി അവിടെ പൂക്കളം ഇടണോ? ഇതിപ്പോ RSSകാരും BJPക്കാരും പൂക്കളം ഇടാൻ പോകുന്നില്ല. ഇപ്പൊ ഈ ന്യായീകരണത്തിൽ മനസ്സിലാക്കിയത് എല്ലാ പാർട്ടിക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട മുദ്രയായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണോ, പൂക്കളം ഇടുകയാണോ? ഈ ക്ഷേത്രം ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് എന്താ ബന്ധം? ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടേതല്ലേ, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അല്ലേ? അവിടെ പാകിസ്ഥാന്റെ പട്ടാള ഭരണാധികാരിക്ക് വെള്ളക്കൊട്ടാരത്തില് വിരുന്നു കൊടുത്ത മോദി ട്രംപിന്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. മോദി എന്നെ ഒന്ന് വിളിക്കാമോ അമേരിക്കയിലേക്ക്? നാട്ടില്ലേ? കഴിഞ്ഞ ദിവസം ചൈനയുടെ ആ ചെങ്കൊടിയുടെ കീഴെ പോയി നിൽക്കുന്ന കണ്ടല്ലോ. ഞങ്ങൾ ചൈനക്കാരന്മാരാ? ഇതൊക്കെ പറയാനാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പേര് വെച്ചത്? ഇവിടെ വിഭജനം ഉണ്ടാക്കുകയാണ്. ഓണക്കാലത്ത് വിഭജനം ഉണ്ടാക്കാൻ നടക്കുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് BJPയും രാജീവ് ചന്ദ്രശേഖരൻ നടക്കുന്നത്. പിന്നെന്താ ഐക്യവേദിയോ? എന്താ ഐക്യവേദി? ഹിന്ദു ഒന്നാണ്, പിന്നെ ഐക്യവേദി എന്തിനാ? താങ്കൾ ദയവായി തുടരുക. ഈ പൂക്കളമിട്ട വ്യക്തി സെൻലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെൻലാൽ, താങ്കളുടെ നേതൃത്വത്തിലുള്ളവരായിരിക്കുമല്ലോ ഈ പൂക്കളമിട്ടത്. നിങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നോ അവിടെ ഈ പൂക്കളമിടാൻ? അതെ, നമ്മള് സാധാരണ എല്ലാ തിരുവോണ നാളുകളിലും അവിടെ അത്തപ്പൂക്കളം ഇടാറുള്ളതാണ്, പതിവുള്ളതാണ്. അതുപോലെ തന്നെ നമ്മള് ഇന്നലെ എല്ലാവരോടും ഒരുമിച്ച് അത്തപ്പൂക്കളം ഇട്ടു. അതിന്റെ കൂട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി. അപ്പൊ അത് അവിടുത്തെ കമ്മിറ്റിക്കാര് ഇടപെട്ടിട്ട് ചില രാഷ്ട്രീയ താല്പര്യങ്ങളോട് അതിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് അവര് പെരുമാറിയത്. അതായത് അവർക്ക് ആ ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കണം എന്നുള്ള ഒരാവശ്യമാണ് അവർ ഉന്നയിച്ചത്. താങ്കൾ അടക്കമുള്ളവർ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടാണോ അവിടെ ഇത്തരമൊരു കൂട്ടായ്മ? സംഘടനയുടെ ഭാഗം ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഒരിക്കൽ കൂടി. സംഘടനയുടെ ഭാഗമായിട്ടാണ് എല്ലാ പ്രാവശ്യവും അവിടെ ഇടുന്നത്. ഏത് സംഘടനയാണ്? നമ്മുടെ നിലവിൽ അവിടെ RSSന്റെ ശാഖയുണ്ട്. അപ്പൊ ശാഖയുടെ പ്രവർത്തകരാണ് അവിടെ എല്ലാ പ്രാവശ്യവും പൂക്കൾ ഇടാറുള്ളത്. പിന്നെ കൂട്ടത്തിൽ അവിടുത്തെ നാട്ടുകാരും ഉൾപ്പെടാറുണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായ പൂക്കളത്തിൽ ഇത്തവണ എഴുതി വെക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം? ഇല്ല, അത് നമ്മുടെ രാജ്യത്തില് നടന്നിട്ടുള്ള ഏറ്റവും ധീരമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ. പിന്നീട് ഇത് പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? പൂക്കളം ഇട്ടതിന് ശേഷമാണ് അവർ കമ്മിറ്റിക്കാർ ഇടപെട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറയും, അവർക്ക് സമ്മർദ്ദം കൊടുക്കുകയും അവരെത്തുകയൊക്കെ ചെയ്തത്. ഓക്കെ. അതായത് നിങ്ങളോട് പോലീസ് എന്താണ് ആവശ്യപ്പെട്ടത്? അത് ഓപ്പറേഷൻ സിന്ദൂർ ഈ പൂക്കളം മൊത്തം വാങ്ങിക്കണം എന്നാണ് അവർ പറഞ്ഞത്.
ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന എഴുതിയിരിക്കുന്നത് മായ്ക്കണമെന്നാണ് കമ്മിറ്റിക്കാരുടെ ആവശ്യം. അപ്പൊ അത് മുൻവർഷങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെട്ടത്. അതെ, നിങ്ങൾ മുൻവർഷങ്ങളിൽ പൂക്കളം ഇടുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാറില്ല, അങ്ങനെയാണോ? ഇല്ല, ഉണ്ടാവാറില്ല. അനുമതിയൊന്നും വാങ്ങിയല്ല മുൻവർഷങ്ങളിൽ വിടാറുള്ളത്, ഇത്തവണയും അങ്ങനെ ഉണ്ടായില്ല, അങ്ങനെയല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അനുമതിയുടെ ആവശ്യമില്ല സാർ. അവിടെ ഒരു സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിന്റെ പുറത്താണ് കയറുന്നിടത്ത് സാധാരണ എല്ലാ പ്രാവശ്യവും ഒരു കുറച്ച് യുവാക്കൾ ഇടാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ക്ഷേത്രത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പുറത്താണോ അതോ ക്ഷേത്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണോ? ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ പുറത്താണ്. അതായത് ക്ഷേത്ര സ്ഥലമല്ല, ക്ഷേത്രത്തിന്റെ ഭാഗമേ അല്ലാത്ത സ്ഥലമാണ്. ക്ഷേത്രത്തിന്റെ ഭാഗമാണോ എന്ന് വെച്ചാൽ അതിന്റെ കവാടമാണ്. ക്ഷേത്രത്തിന്റെ പരിസരം, അതായത് ക്ഷേത്രഭൂമിയിൽ തന്നെ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അതെ. അപ്പം മുൻവർഷങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലും അതുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും സന്ദേശം നൽകുകയോ അങ്ങനെയോ മറ്റോ ഓണാശംസകൾക്കപ്പുറം നടത്തിയിട്ടുണ്ടോ മുൻവർഷങ്ങളിലോ? അതെ. ഇല്ല. അപ്പൊ ഇത്തവണ ഈ സിന്ദൂർ എന്നിട്ട് എഴുതിയത് മാത്രമാണോ പ്രകോപനത്തിന് കാരണമായത്? അതെ. എന്താ ഈ ക്ഷേത്ര ഭരണസമിതി ഇങ്ങനെ വരുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് എന്തെങ്കിലും തർക്കം അവിടെ RSSന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടോ? അവിടെ നിലവില് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ ക്ഷേത്രത്തിൽ സംഘടനകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഹൈക്കോടതി ഉത്തരവടക്കം ഉണ്ട്, നിലവിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, അത്തരം നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിട്ടില്ലേ? സംഘടനാപരമായ ഒരു സൂചനകളോ ഒന്നും അവിടെ അത്തപ്പൂക്കളത്തില് ഉണ്ടായിരുന്നില്ല. നമ്മള് സാധാരണ രീതിയിലുള്ള പൂക്കളാണ് ഒരുക്കിയത്. അതിന്റെ കൂടെ ഓപ്പറേഷൻ സിന്ദൂർ ആടിയതേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത്, ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ അവിടെ? ഇല്ല. ക്ഷേത്രത്തിന്റെ ഭൂമിയിലല്ല, അത് സ്വകാര്യ ഭൂമിയിലാണ്. ശരി. ദയവായി താങ്കളും തുടരുക. ശ്രീ അനിൽകുമാർ, ഇതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മുൻ വർഷങ്ങളിലും ഞങ്ങൾ പൂക്കളം ഇടാറുണ്ട്, അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത്തവണയും പൂവ് ഇട്ടു, പക്ഷേ അവിടെ ഓപ്പറേഷൻ സിന്ദൂറിന് എഴുതിയപ്പോൾ മാത്രമാണത് വിവാദത്തിന് ഇടവെച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് എഴുതുന്നത് അത്ര വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുമോ? വർഗീയ കലാപമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒന്ന് എല്ലാ കൊല്ലം ഇടുന്നു ഈ മഹാൻ പറയുന്നുണ്ട്. എവിടെ ഇടുന്നതാണ്? നിലവിൽ കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ, ആ കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ചെയ്യാമല്ലേ? ആ കമ്മിറ്റിക്കാരെ കൂടെ കൂട്ടിയിറങ്ങാൻ മേലെ? ഇപ്പൊ തന്നെ വ്യക്തമായല്ലോ, RSS ആണ് ഇട്ടത്. RSS ഇടപെടുന്ന എവിടെ എല്ലാവരും പങ്കെടുപ്പിക്കാറുണ്ടോ? RSS ഇടപെടുന്ന എല്ലാ കാര്യത്തിലും വർഗീയ കലാപം ഉണ്ടാക്കാനല്ലോ നോക്കുന്നത്. അമ്പലത്തിനകത്ത് ആളുകൾ സമാധാനപരമായിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോട്ടെ. അതിനു പകരം ഇത്തരം കാര്യങ്ങൾ അവിടെയാണോ കൊണ്ടുവരേണ്ടത്? ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവാദം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടപ്പാക്കിയ പരിപാടിയാണ്. നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭഗവത് ഉണ്ടാക്കിയ പരിപാടിയാണെന്ന് നടക്കാനാണ് പരിപാടി നടക്കുന്നത്. മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചല്ല ഈ പറയണത്. ഇത് കാവ്യ സിന്ദൂരാണ്. അത് കൈവച്ചിട്ടാണ്. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനൊന്നും RSSന് അവകാശമില്ല. അതുകൊണ്ട് അവിടെ അംഗീകാരമില്ലാതെ നിയമവിരുദ്ധമായിട്ട് കടന്നു കയറി തെറ്റായി ചെയ്തു ഇപ്പൊ തന്നെ ഇവിടെ ബോധ്യപ്പെട്ടിരിക്കും. ഒരനുവാദം ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് കമ്മിറ്റിക്ക് അവിടെ ഒരു കമ്മിറ്റിയൊക്കെ നോക്കൂത്തിയല്ലെന്നേ. അവര് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടാവുക ഈ കലാപ ശ്രമത്തിന് കേസെടുക്കുക പോലെയുള്ള നീക്കം ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഈ പോലീസിന്റെ നടപടിയല്ലേ കലാപത്തിന് ഇടവെക്കുക? ഇതൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ. അതാണ് ശരി. നിങ്ങൾക്ക് തോന്നിവാസം നിങ്ങളുടെ മുറ്റത്ത് കയറി ഒരു സാധനം ചെയ്തപ്പോ ന്യൂസ് 18ന്റെ തങ്കത്തിൽ ഞങ്ങൾ കയറി പൂക്കളം ഇടാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി വെക്കാം, എന്നിട്ട് കലാപശ്രമം നിങ്ങളുടെ പേരിൽ എടുക്കണോ? അല്ല, ന്യൂസ് 18ന്റെ തങ്കത്ത് വന്ന് ഞങ്ങൾ കുറെ പൂക്കളം ഇടാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളോട് എഴുതി വെക്കാം, ന്യൂസ് 18ന്റെ തങ്കത്ത് വന്ന് ഞങ്ങൾ കയറി ചെയ്യാം. അപ്പൊ നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ പോലീസ് നടപടി എടുത്ത ഉടനെ ന്യൂസ് 18 പ്രതിയാകുന്നത്. ഇത് ആരാണോ നിയമവിരുദ്ധമായിട്ട് അവിടെ കയറിയത്? ന്യൂസ് 18 അല്ലല്ലോ വിഷയം. ഇതൊരു ക്ഷേത്രഭൂമി, ഒരു പൊതു ഇടം, അവിടെ വിശ്വാസികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഇടം. അവിടെ വന്ന് ഒരു മുൻകാലങ്ങളിൽ ഒന്നും പ്രശ്നമില്ലാത്ത ഒരു പൂക്കളം ഇടുന്നു. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ മാത്രം എഴുതിയപ്പോൾ പ്രശ്നമാവുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞു മുൻകാലങ്ങളിൽ പ്രശ്നമില്ലെന്നത്? RSSകാരന്റെ വാദമല്ലേ? RSSകാരൻ നമ്മുടെ നാട്ടിൽ മനുഷ്യനെ രക്ഷിക്കുന്നത് വല്ലതും ചെയ്യുന്നുണ്ടോ? RSSകാരൻ കലാപം നടത്തുന്നവരല്ലേ, വർഗീയ കലാപം ഉണ്ടാക്കുന്നവരല്ലേ? കേരളത്തിൽ തലശ്ശേരി കലാപം തൊട്ട് എത്ര വർഗീയ കലാപമായി? മതിയായില്ലേ നിങ്ങൾക്ക് ഈ RSSനെ താങ്ങി? അതെ, താങ്കൾ ദയവായി ഒന്ന് ഹോൾഡ് ചെയ്യണം, നമുക്ക് അല്പൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ശ്രീ M ജയരാജ്, ക്ഷേത്ര കമ്മിറ്റി കൺവീനർ, ട്രഷറർ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ ജയരാജ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഒരു പ്രവർത്തകൻ അവിടുന്ന് അദ്ദേഹം പറയുന്നത് അവിടെ മുൻകാലങ്ങളിലും ഞങ്ങൾ ഇടാറുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല, പക്ഷേ ഇത്തവണ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയപ്പോൾ മാത്രം വിവാദമായി. അതിന് പിന്നിൽ എന്താണ് നീക്കത്തിന് കാരണമായത്? എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ പരാതിയിലാണോ പോലീസിന്റെ നടപടി ഉണ്ടായത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രവർത്തനത്തെ നമ്മുടെ സൈനികർ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന
ആ മിലിറ്ററി ഓപ്പറേഷനെ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരാളാണ് ഞങ്ങൾ ഭാരതീയർ അതിൽ അഭിമാനിക്കുന്നവരാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം മുതുകിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലുണ്ടായ വിഷയം അതല്ല. ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സഭയ്ക്ക് ക്ഷേത്രത്തിന്റെ ഭരണം നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ അവിടെ ഉണ്ട്.